നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ, നിംസ് മെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആണ്. തണുപ്പ് കാലത്ത് വൈറൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കാണുന്നതോടൊപ്പം തന്നെ ഇപ്പൊ കുഞ്ഞുങ്ങളിൽ നമ്മൾ വയറിളക്ക രോഗങ്ങളും കൂടുതലായി കാണുന്നു. അപ്പോൾ അമ്മമാർ വീട്ടിൽ വച്ച് തന്നെ അവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാനായിട്ട് ORS ലായനി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉൾപ്പെട്ടത്, കരിക്കിൻ വെള്ളം ഇവയെല്ലാം നൽകാവുന്നതാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പാനീയങ്ങൾ തന്നെ നൽകാവുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ എന്തായാലും ഡോക്ടറിനെയും കൂടി കാണിക്കുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ORS ലൈനിയോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ചില അപകട ലക്ഷണങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുകയാണെങ്കിൽ, അതായത് നിർജ്ജലീകരണം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. കുഞ്ഞുങ്ങളിൽ ഡീഹൈഡ്രേഷന്റെ അപകട ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ, അതായത് കുഞ്ഞ് ശരിയായ രീതിയിൽ പാല് കുടിക്കുന്നില്ല, തളർന്നു കിടക്കുന്നു, അമിതമായ ദാഹം കാണിക്കുന്നു, ക്ഷീണിച്ചു തന്നെ കിടക്കുന്നു, വയറുവേദന അധികമായി പറയുന്നു, നിർത്താതെ ഛർദ്ദിക്കുന്നു, കുഞ്ഞ് വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിൽ നിർത്താതെ ഛർദ്ദിക്കുന്നു, മൂത്രത്തിന്റെ അളവ് വളരെയധികം കുറവായി തോന്നുന്നു, 4-6 മണിക്കൂറിലൊന്നും കുഞ്ഞ് മൂത്രം ഒഴിച്ചിട്ടില്ല, അങ്ങനെയുണ്ട്, മോഷനിൽ ബ്ലഡ് കലർന്നു പോകുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പം ഡീഹൈഡ്രേഷൻ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ഡ്രിപ്പായിട്ട് തന്നെ നൽകേണ്ടതുണ്ട്. താങ്ക് യു.